പടികൾ ക്ലോക്ക് വൈസ് ആവണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. പടികൾക്ക് ഡയറക്ഷനല്ലേ നമ്മൾ നോക്കേണ്ടത്, അത് പിന്നെ ക്ലോക്ക് വൈസ് ആവണമെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഹായ്, നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. പടികൾ ക്ലോക്ക് വൈസ് ആവണമെന്ന് പറയുന്നതിനൊരു യോജിക് മെറ്റഫർ, അല്ലെങ്കിൽ നമുക്ക് യോഗയുമായി താരതമ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു വീട്ടിൽ പടിയെ കണക്കാക്കുന്ന കുണ്ടലിനി ശക്തിയുടെ ആ ഒരു പാസേജ് പോലെയാണ് ഉയർച്ച. നമ്മുടെ ഉയർച്ചയാണ് പടി സൂചിപ്പിക്കുന്നത്. അപ്പം ആ ഉയർച്ച വരുമ്പോൾ നമ്മൾ ക്ലോക്ക് വൈസായിട്ട് തന്നെ അത് പോകണമെന്ന് പറയാൻ കാരണം ഈ കുണ്ടലിനി എനർജി ഫ്ലോയും ഇതുപോലെ ക്ലോക്ക് വൈസായിട്ടാണ് നമ്മൾ പോകുന്നത്. അതൊരു വളരെ ഡീപ്പ് ലെവലിലുള്ളൊരു തോട്ടാണ്. പക്ഷേ ഈ തോട്ട് ഫണ്ടമെൻ്റലി നമ്മളിപ്പോൾ ഒരു വീടെന്ന് പറയുന്ന ഒരു കോസ്മിക് ഓർഡറാണ്. കോസ്മിക് ഓർഡറിലേക്കാണ് നമ്മൾ വാസ്തു ഒരു വീടിനെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ആ കോസ്മിക് ഓർഡറിൽ ഇത്തരത്തിലുള്ളൊരു തോട്ട് വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ക്ലോക്ക് വൈസ് ഡയറക്ഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ മുകളിലേക്ക് പോകുന്നതെല്ലാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ വേറൊരു കാര്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പടിയുടെ ഒരു കാര്യത്തിൽ പടി എന്ന് പറയുന്നത് നമുക്ക് ഈ വീട്ടിൻ്റെ മെയിൻ ഡോറിന് നേരെ പടി വരരുത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുണ്ട്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോസിറ്റീവ് എനർജി മെയിൻ ഡോറിൽ നിന്ന് നേരിട്ട് വരുമ്പോൾ ഒരു സക്ഷൻ പൈപ്പ് പോലെ ഈ പടി അതിനെ മുകളിലേക്ക് വലിക്കുന്നതായിട്ടാണ് സങ്കല്പം. അപ്പോൾ അത് ഹെൽത്ത് ഇഷ്യൂസ് പോലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു തോട്ട് പറയുന്നത്. ഈ ഹെൽത്ത് ഇഷ്യൂസ് മാത്രമല്ല, നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി, അതുപോലെ മെൻ്റൽ സ്ട്രെസ്സുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, റെസ്റ്റ്ലെസ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് റെസ്റ്റ്ലെസ്സായി നമ്മൾ മാറാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പം ഇങ്ങനെ ഒരു പടി നേരെ വന്നാൽ. അപ്പോൾ അതിന് പലരും പല തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇതിന് പറയുന്നുണ്ട്. ഒരുപാട് പേർക്ക്, ഞാൻ പേഴ്സണലി ഒരുപാട് കേസ് ടു കേസ് എക്സാമിൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ പടിയുടെ നേരെ, ഈ മെയിൻ വാതിലിൻ്റെ നേരെ പടി വന്നാലുള്ള ഒരു എഫക്റ്റ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ഒരു മെയിൻ ഇപ്പം നമ്മുടെ പടിയുടെ കാര്യം വീണ്ടും പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ അത് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞതെന്നുള്ളൂ. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എപ്പോഴും പടി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും, അതുപോലെ വടക്ക് നിന്ന് തെക്കോട്ടും, വടക്ക് നിന്ന് തെക്കോട്ടും, കിഴക്ക് നിന്ന് പടിഞ്ഞാറ്, അതായത് തെക്കോട്ടും പടിഞ്ഞാറോട്ടും മേജർ റൈസ് വരുന്ന രീതിയിൽ വേണം പടി കൊടുക്കണം. തെക്കോട്ടും പടിഞ്ഞാറോട്ടും മേജർ റൈസ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഡയറക്ഷൻ എഗെയിൻസ്റ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ പോലുള്ള സ്റ്റെയറുകൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ട്. കാര്യം ഒരു ഡയറക്ഷൻ ഇപ്പോൾ തെക്കോട്ട് പോവുകയാണെങ്കിൽ തിരിച്ചതുപോലെ തന്നെ വടക്കോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, മേജർ നമ്പർ ഓഫ് റൈസ്, ഏറ്റവും കൂടുതൽ പടികൾ തെക്കോട്ടും പടിഞ്ഞാറോട്ടും വരുന്ന രീതിയിൽ ഡിസൈൻ നമ്മൾ പ്ലാൻ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു വാസ്തു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്ലോക്ക് വൈസിൻ്റെ കാര്യം കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതായത് കുണ്ടലിനി ശക്തി, നമ്മൾ ഈ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ റൈസ് ചെയ്യുന്നതെല്ലാം ഈ കുണ്ടലിനി ശക്തിയുടെ അതേ ഫ്ലോ എന്ന രീതിയിലുള്ള ഒരു യോജിക് മെറ്റഫർ, അല്ലെങ്കിൽ ഒരു യോഗയുടെ ഒരു പ്രിൻസിപ്പിൾ കൂടെ നമ്മളവിടെ പടിക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇതാണ് വാസ്തുവിൻ്റെ ഒരു തോട്ട്. കാര്യം വാസ്തുവിൽ ഇപ്പോൾ പടി തന്നെ പണ്ടൊക്കെ വീടുകളിൽ, അല്ലെങ്കിൽ രാജഹർമ്മ്യങ്ങൾ, ഈ പറഞ്ഞ പോലെ രമ്യഹർമ്മ്യങ്ങൾ, രാജകൊട്ടാരങ്ങളിലൊക്കെയാണ് പടിയുടെ ഒരു ആവശ്യം. കൂടുതൽ വലിയ തറവാടുകൾ, അല്ലാതെ സാധാരണക്ക് ഈ താഴെ ഒരു നില കെട്ടിടങ്ങളിലേക്കാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരം പടികൾ ഗോവണി എന്നുള്ള കോൺസെപ്റ്റിൽ ഇതുപോലെ ഇതിനെ ഒരു ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസോ ഒന്നുമില്ല, ഒരൊറ്റ ഡയറക്ഷനിലുള്ള പടികളായിരുന്നു കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളൊരു ആർക്കിടെക്ചറൽ വ്യൂവിലേക്ക് പടിയെ കൊണ്ടുവന്നപ്പോഴാണ്, ആർക്കിടെക്ചറൽ എലിമെൻ്റാക്കി അതിനെ മാറ്റിയപ്പോഴാണ് അതിന് പല തരത്തിലുള്ള വകഭേദങ്ങളും പല ടൈപ്പുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പം ഈ പടി വളരെ ശ്രദ്ധിക്കുക, വളരെ നിങ്ങളുടെ വീട്ടിലെ പടികൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇതാക്കി മാറ്റുക. അത്രയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.